എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടുപിരികമാണ്. എനിക്കത് ഇഷ്ടമില്ല. ഭാര്യ പറയുന്നത് അത് കളയുന്നത് ഇസ്ലാമിൽ തെറ്റാണെന്ന് അവൾ കേട്ടിട്ടുണ്ട്. അത് വടിച്ചു കളയുന്നത് തെറ്റാണോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. പുരികം പറിക്കുക എന്നുള്ളത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, കണ്ണിൻ്റെ മുകളിലുള്ള പിരികം പറിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ്. അവർക്ക് ലഅനത്തുണ്ട്, ശാപമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പിരികം പറിക്കുക എന്നത്, അത് വടിക്കുക എന്നുള്ളത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാകുന്ന കാര്യമായിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്നാൽ കണ്ണിൻ്റെ പിരികം എന്ന് പറയുന്നത് കണ്ണിൻ്റെ നേരെ മുകളിലുള്ള ഭാഗത്തിനെയാണ് കണ്ണിൻ്റെ പിരികം എന്ന് പറയുന്നത്. എന്നാൽ പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കുന്നത് രണ്ട് കണ്ണുകൾക്കിടയിലുള്ള ഭാഗം കണ്ണിൻ്റെ പിരികമായിട്ട് പരിഗണിക്കുകയില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ആ പിരികം ചേർന്ന് വരികയാണെങ്കിൽ അത് ഒരു വിരൂപമായി, ഒരു വികൃതമായ രൂപമായിട്ട് തോന്നുകയും അതൊരു പ്രയാസകരമായി മാറുകയും ചെയ്യുകയാണെങ്കിൽ ആ കണ്ണിൻ്റെ രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള മൂക്കിൻ്റെ ആ മുകളിലേക്ക് ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങൾ കണ്ണിൻ്റെ പിരികം എന്ന് വിരോധിക്കപ്പെട്ട ശാപമുള്ള ആ ഇനത്തിൽ പെടുകയില്ല എന്നും, അത് ഒരു വികൃതമായ രൂപമായിട്ട് തോന്നുകയാണെങ്കിൽ അത് വടിച്ചു കളയുന്നതിന് സ്ത്രീകൾക്ക് വിലക്കില്ല എന്നതുമാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാമിസാത്ത് എന്ന് പറഞ്ഞത് പറിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കണ്ണിൻ്റെ മുകളിലുള്ള പിരികത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പിരികം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതൊരു വിരൂപമായിട്ട് തോന്നുന്നുവെങ്കിൽ അത് വടിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതല്ല, ആ ഗണത്തിൽ പെടുകയില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ കണ്ണിൻ്റെ മുകളിലുള്ള ആ പിരികം അത് പറിക്കുകയോ വടിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്നതുകൂടി ഇതുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല ആലം.